മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ AICC അല്ല, അപ്പൊ ഈ നിയമസഭയിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോഴും ഉള്ള ആളല്ലേ? എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പോൾ അതെങ്ങനെയാണ് പ്രസിഡന്റ് മറുപടി അർഹിക്കാതെ പോകുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. എന്റെ കാലിനടെ വ്യക്തമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ സണ്ണി ജോസഫും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായതുകൊണ്ട് കാണാനോ മിണ്ടാനോ പാടില്ല എന്ന് പറയാനാവില്ല, അതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി അല്ല എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് മടങ്ങി സണ്ണി ജോസഫ് ഇതേക്കുറിച്ച് പ്രതികരിച്ചപ്പോഴും വ്യക്തത നൽകിയിട്ടില്ല. എന്തുകൊണ്ട് ജില്ലാ അധ്യക്ഷൻ അകമ്പടി സേവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. സാരംഗ് ചേരുന്നു. സാരംഗ്, നിയമസഭയിൽ ഇപ്പോൾ ചരമോപചാരം അവസാനിച്ച നിയമസഭയിലെ ഇന്നത്തെ നടപടികൾ അവസാനിച്ച ശേഷമാണോ രാഹുൽ മടങ്ങിയത്? നാടകീയ രംഗങ്ങളാണ് ഇന്ന് നിയമസഭയിൽ കാണാനായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ അഭ്യൂഹം നിലനിൽക്കുന്ന സമയത്താണ് നിയമസഭാ സമ്മേളനം തുടങ്ങി, ചരമോപചാരം തുടങ്ങി. 20 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത്. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ നേമം ഷജീർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ വളരെയധികം പ്രതികൂട്ടിലാക്കുന്ന ഒരു പ്രതിരോധത്തിലാക്കുന്ന സംഭവമായി പോയി. കാരണം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ നിയമസഭയിലേക്ക് അനുഗമിച്ചു എന്നുള്ളത്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അത് കോൺഗ്രസിന് വലിയൊരു പ്രതിരോധമായി പോകും, കോൺഗ്രസിന് അത് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി പോകും എന്ന കാര്യം അറിയാവുന്നതാണ് പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾക്ക്. പക്ഷേ VD സതീശന്റെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അതുകൂടി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഇന്ന് നിയമസഭാ സമ്മേളനത്തിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിച്ചോ? അതിനുശേഷമാണോ രാഹുൽ മടങ്ങിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇനി അറിയുവാനുള്ളത് VD സതീശന്റെ പ്രതികരണമാണ്. അധികാരത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത് കോൺഗ്രസിന്റെ MLA എന്ന രീതിയിൽ പറയുവാൻ കഴിയില്ല. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. ഈ ഒരു പ്രതിരോധം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയിലെ നേതാക്കളുടെ നിലപാട് രാഹുലിന് സ്വന്തമായി തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തിലേക്ക് വന്നത്. ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, നിയമസഭയിൽ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചോ? ചരമോപചാരത്തിന് ശേഷം നിയമസഭ പിരിഞ്ഞതിന് ശേഷമാണോ രാഹുൽ മടങ്ങിയത്? തീർച്ചയായിട്ടും സഭാ നടപടികൾ പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് പോയി എന്നതാണ് പറയേണ്ട കാര്യം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ
പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരും വാച്ചൻപാടും തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായി. ഇപ്പോഴും ആ തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് നിയമപരമായി പരിമിതിയുള്ള കാര്യമായതിനാൽ ആ ദൃശ്യങ്ങൾ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം വലിയ തരത്തിലുള്ള തർക്കമാണ് മാധ്യമപ്രവർത്തകരും വാച്ചൻപാടും തമ്മിൽ സഭയുടെ പ്രവേശന കവാടത്തിൽ അല്പസമയം മുമ്പ് നടന്നത്. രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങിയ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതിനെതിരെയാണ് വലിയ വിമർശനവുമായി വാച്ചൻപാട് എത്തിയത്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോയിരിക്കുന്നു. വലിയ സുരക്ഷ പോലീസ് പുറത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഹുൽ MLA ക്വാർട്ടേഴ്സിലേക്കാണോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണോ പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും പുറത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷ പോലീസ് പുറത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ പ്രതികരണവും അദ്ദേഹം ഇത് അത്ര വിഷയമാക്കേണ്ട എന്ന രീതിയിലാണല്ലോ അല്ലേ? കാരണം ഇത് നേമം ഷജീർ വന്നതിനെ കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ സസ്പെൻഡ് ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് സംരക്ഷിക്കുന്നത്? ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പോൾ അതെങ്ങനെയാണ് പ്രസിഡന്റ് മറുപടി അർഹിക്കാതെ പോകുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇതാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. ഡാൻ, അതേസമയത്ത് തന്നെ ഈ നേമം ഷജീറിനെതിരെ നടപടി വേണം എന്നുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞുവല്ലോ അല്ലേ? AICCക്ക് ഇക്കാര്യത്തിൽ പരാതി പോയിട്ടുണ്ടോ? ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. ഷജീറിനെതിരെ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഉന്നയിച്ചു തുടങ്ങിയത്. അവർ KPCC നേതൃത്വത്തെ അറിയിച്ചതിന് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ നിശ്ചയം അറിയിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു ഉൾപ്പെടെയുള്ളവർ അടുത്ത വിയോജിപ്പിന്റെ ദേശീയ നേതൃത്വത്തെ വിഷയം അറിയിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു ഉൾപ്പെടെയുള്ളവർ കടുത്ത വിയോജിപ്പ് ഈ നടപടിയിൽ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് KPCC ഭാരവാഹി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പുറത്ത് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ നേതൃത്വത്തിനും ചില പരിമിതികൾ കാണും. പക്ഷേ KPCC ഭാരവാഹി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ ഉൾപ്പെടെ ഉയരാനാണ് സാധ്യത. എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി സഭ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് KPCC ഭാരവാഹി യോഗത്തിൽ രാഹുൽ മങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നേതൃത്വത്തിന്റെ